അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് തക്ക മറുപടിയുമായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. വേണ്ടിവന്നാൽ അമേരിക്കയ്ക്കെതിരെ പൊരുതാൻ താനും ആയുധമെടുക്കാൻ തയ്യാറാണെന്നാണ് മുൻ ഗറില്ല നേതാവ് കൂടിയായ പെട്രോ വെല്ലുവിളിച്ചിരിക്കുന്നത്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പുറത്താക്കാൻ US സൈന്യം വെനിസ്വേലയിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അമേരിക്കയും കൊളംബിയയും തമ്മിലുള്ള വാക്പോര് മുറുകിയത്. കൊളംബിയയ്ക്കെതിരെയും സമാനമായ സൈനിക നടപടി സ്വീകരിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയോടെയാണ് കാര്യങ്ങൾ വഷളായത്. ഞായറാഴ്ച എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് കൊളംബിയയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. കൊളംബിയ ഒരു രോഗാതുരമായ രാജ്യമാണെന്നും കൊക്കൈൻ നിർമ്മിച്ച അമേരിക്കയിലേക്ക് വിൽക്കുന്ന രോഗിയായ മനുഷ്യനാണ് രാജ്യം ഭരിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. കൊളംബിയയിൽ കൊക്കൈൻ മില്ലുകളും ഫാക്ടറികളും ഉണ്ടെന്നും ഇത് അധികകാലം അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊളംബിയയിൽ സൈനിക ഇടപെടലിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അത് നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ട്രംപിന്റെ ആരോപണങ്ങളെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ശക്തമായി തള്ളിക്കളഞ്ഞു. താൻ അനധികൃതമായ അധികാരത്തിൽ വന്നവനല്ലെന്നും ലഹരിക്കടത്തുകാരനല്ലെന്നുമാണ് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ട്രംപിന് മറുപടി നൽകിയത്. ട്രംപ് അറിവില്ലാതെയാണ് സംസാരിക്കുന്നത്, അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുമെന്നും അമേരിക്ക ബോംബിട്ടാൽ രാജ്യത്തെ കർഷകർ മലനിരകളിൽ ആയിരക്കണക്കിന് ഗറില്ലകളായി മാറുമെന്നും രാജ്യം സ്നേഹിക്കുന്ന പ്രസിഡന്റിനെ തടവിലാക്കിയാൽ ജനങ്ങളുടെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഗുസ്താവോ പെട്രോ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.